ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നലത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇനി തുടർന്നും അതുപോലത്തെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കണം. അതുപോലത്തെ എന്നല്ല, അതിൻ്റെ മേലേക്കുള്ള സപ്പോർട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ 6 ചാപ്റ്ററാണ് നമ്മൾ ആ ഒറ്റ വീഡിയോയിൽ ചെയ്ത്. ഇനി അതുപോലത്തെ വീഡിയോ ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ആ വീഡിയോ ഒന്ന് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ലാപ്ടോപ്പാണെങ്കിൽ സ്റ്റൗവിൻ്റെ മേലെ വെച്ച പാത്രത്തിൻ്റെ പോലെ ആയിരുന്നു. അമ്മാതിരി ചൂടായിരുന്നു. എന്നിട്ടത് എത്രയോ നേരം എടുത്തിട്ടാണ് ഒന്ന് ശരിയായി വന്നത്. പക്ഷേ എന്നാലും നമ്മൾ ലോങ് വീഡിയോ ഇടും. അത്ര ലോങ് ഇല്ലാന്നേ ഉള്ളൂ, ലോങ് വീഡിയോ എന്തായാലും ഇടും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ആ പ്രിസണർ കുറേ നേരമായിട്ട് ആരെയും അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്നത്. പക്ഷേ പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേനാണ് മനസ്സിലായത് അത് യോവോനെയാണ് ആ പ്രിസണർ അന്വേഷിച്ചുകൊണ്ടിരുന്നതെന്ന്. അവനെ കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളതിൻ്റെ ബാക്കി സീനുകളാണ് കാണാൻ പോകുന്നത്. കൂടുതൽ പറയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ പ്രിസണർ യോവോൻ്റെ ടീംമേറ്റ്സിനെ മൊത്തം അറ്റാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുക. ഓ, ഇവൻ ഭയങ്കര സ്ട്രോങ് ആണല്ലോ. റൈറ്റ്, അവൻ്റെ ആ ഒരു അടി കൊണ്ട് അവരുടെ സ്വാഡ്സ് തന്നെ ബ്രേക്ക് ചെയ്തോ. അപ്പോൾ ഇവനൊരു അസെൻഡൻറ്റ് മാസ്റ്റർ ആവാൻ ഒരു സാധ്യതയില്ല. ഇവിടെ എന്തോ ശരിയല്ല. സ്റ്റോപ്പ് ദ മാച്ച്. ഇവനൊരു ട്രാൻസെൻഡൻറ്റ് മാസ്റ്റർ ആണെങ്കിൽ അവർക്കിത് എന്തായാലും ഒരു ഡേഞ്ചറായി തീരും. യോവോൻ്റെ ഗ്രൂപ്പിൽ എല്ലാവരും ബാക്കിലോട്ട് മാറി നിൽക്ക്. ഈ എക്സാമിനേഷന് വേണ്ടി ഞങ്ങൾ കൺഫേം ചെയ്തതാണല്ലോ അവൻ അസെൻഡൻറ്റ് മാസ്റ്ററിൻ്റെ ഇൻറ്റേർണൽ പവേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന്. അവൻ്റെ ശരിക്കുള്ള പവേഴ്സ് ഹൈഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ പ്രിസണറാണെങ്കിൽ പെട്ടെന്ന് ഒരു സ്റ്റുഡൻറ്റിനെ അടുത്ത് നേരെ പ്രൊഫസർ ഹോൻ്റെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞു. പ്രൊഫസർ ഹോ ആണെങ്കിൽ ആ സ്റ്റുഡൻറ്റിനെ കൊണ്ട് ബേക്ക് കണ്ട് തെറിച്ചു പോകാൻ തുടങ്ങി. ഞാൻ ട്രാൻസെൻറ്റ് മാസ്റ്ററിൻ്റെ ബിഗിനിങ് സ്റ്റേജിലുള്ള ഒരാളാണ്, എന്നിട്ട് എനിക്ക് പോലും അവൻ്റെ പവറിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയണില്ലേ? അല്ല, അത് ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ടല്ലേ? എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഈ ചെറിയ തടസ്സങ്ങളൊക്കെ ഞാൻ മാറ്റി. ഇനി നിന്നെ കൊല്ലാനുള്ള സമയമാടാ. ഈ കിഡ് ഇവൻ ആരാ? എന്നോട് അവർ പറഞ്ഞത് ഇവൻ അസെൻഡൻറ്റ് മാസ്റ്റർ ലെവലിലേക്ക് കയറിയ വേറൊരു ബ്രാറ്റ് മാത്രമാണെന്നാ. പക്ഷേ ഇവനെ കണ്ടിട്ടാണെങ്കിൽ ഇവൻ ഒന്നിനെയും പേടിക്കാത്തവനായിട്ടാണ് തോന്നുന്നത്. ഇവൻ എൻ്റെ കണ്ണിലേക്ക് തന്നെ സ്ട്രൈറ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. ഓ, അപ്പോൾ ഇതൊക്കെ അവരുടെ പ്ലാനായിരുന്നല്ലേ? യു അറഗൻ ലിറ്റിൽ ബ്രാറ്റ്. ഞാൻ നിന്നെ വലിച്ചു കീറി നിനക്ക് യഥാർത്ഥ പെയിൻ എന്താണെന്ന് കാണിച്ചു തരാടാ. മൈ ലോഡ്. ആ പ്രിസണറിൻ്റെ പോക്ക് കണ്ടിട്ട് യോവോൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സൊക്കെ ആകെ പേടിച്ചു. പക്ഷേ യോവോണാണെങ്കിൽ കൂളായിട്ടാണ് നിന്നേന്ന്. അവൻ നേരെ ആ പ്രിസണറിൻ്റെ അടുത്ത് കണ്ട് ചെന്നു. എന്നിട്ട് ഡിമോണിക് ലോഡിൻ്റെ സോഡ് ആർട്ട് യൂസ് ചെയ്ത് ഒറ്റ വെട്ടണ്ട് വെട്ടി. അതിൻ്റെ എഫക്റ്റിൽ ആ പ്രിസണർ അവിടെ ഇരുന്നു പോയി. ഇത് കണ്ടിട്ട് യോവോൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇവനൊരു മോൺസ്റ്റർ തന്നെയാണ്. നാശം. ഞാൻ വിചാരിച്ചതിനേക്കാളും സ്ട്രോങ്ങറാണവൻ. എൻ്റെ സോഡ് കൊണ്ട് അവനെ മുഴുവനായിട്ട് ഇഞ്ചോർഡ് ആക്കാൻ പറ്റിയില്ല. പിന്നെ നോക്കുമ്പോൾ ആ പ്രിസണർ ആ കടന്നോടത്തുനിന്ന് എണീക്കാൻ തുടങ്ങി. എനിക്കറിയായിരുന്നടാ, ഇനി നീ ശരിക്കും ചാവാൻ പോവുകടാ. ഞാൻ നിന്നെ കൊല്ലാൻ പോവുക. എന്നിട്ട് അയാൾ ഭയങ്കര ഒച്ചത്തിൽ അലറാൻ തുടങ്ങി. ആ അലർച്ചയിൽ തന്നെ കുറേ സ്റ്റുഡൻസിന് ഇൻറ്റേർണൽ ഇഞ്ചുറി പറ്റുന്നുണ്ട്. ഞാനോ പെട്ടെന്ന് അലേർട്ട് കൊടുത്തു, ഒരു ലൗഡ് റോറിങ് വരുന്നുണ്ട്, അത് ഇൻറ്റേർണൽ ഇഞ്ചുറീസിനൊക്കെ കാരണമാവും, അതുകൊണ്ട് തന്നെ എമർജൻസി ഡിഫെൻസ് മോഡിലേക്ക് പോവുകയാണ് പറഞ്ഞിട്ട്. എൻ്റെ ഈ ബീസ്റ്റ്ലി റോറ് കേട്ടിട്ട് ഇപ്പോഴും നീ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലേ? ഇപ്പോൾ എനിക്ക് ഉറപ്പായി, നിന്നെ ഞാൻ ഇവിടെ ഇട്ട് തന്നെ കൊല്ലണം. നീ ഇതിന് ശേഷവും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അപ്പം നമുക്കിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അവന് അലറിയും കൊണ്ട് യോവോൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. പെട്ടെന്നാണ് നോക്കുമ്പോൾ അവരുടെ 2 പേരുടെയും ഇടയിലായിട്ട് ഒരാൾ വന്നിട്ട് നിന്നു. ആ വന്ന ആളെ കണ്ടിട്ട് യോവോണും ഞെട്ടി. നോക്കുമ്പോൾ അത് സർ സിയോപ് മാങ്ങാണ്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിൻ്റെ ഈ വൃത്തികെട്ട കൈ എൻ്റെ ശിഷ്യൻ്റെ മേലിൽ വെക്കാൻ നോക്കും നീ? സർ സിയോപ് മാങ്. അവനവിടുന്ന് ദേഷ്യത്തിൽ നീക്കാൻ തുടങ്ങി. നാശം. എന്നിട്ട് ഭയങ്കരമായിട്ട് അലറിയും കൊണ്ട് ഓടി വരാൻ തുടങ്ങി. സർ സിയോപ് മാങ്, അതവൻ വരുന്നുണ്ട്, ശ്രദ്ധിക്കൂ. എനിക്ക് ഓർഡർ കിട്ടിയത് നിന്നെ ജീവനോടെ കൊണ്ടുവരാനാ, ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാനല്ല. സർ സിയോപ് മാങ് ആണെങ്കിൽ ചാടി വന്ന് സോഡ് കൊണ്ട് അറ്റാക്ക് ചെയ്തു. ആ അറ്റാക്കിൽ അവന് ഭയങ്കരമായിട്ട് ഇഞ്ചുറി പറ്റി. ചോരയൊക്കെ പോകാൻ തുടങ്ങി. വേദനിച്ച് അലറിയും കൊണ്ട് അവിടെ മുട്ടുകുത്തേണ്ടിയിരുന്നു. പിന്നെ നോക്കുമ്പോൾ ഒരൊറ്റ വീഴ്ച വീണു. അദ്ദേഹം ഒരൊറ്റ ഫ്ലാഷിൽ ഇവൻ്റെ എല്ലാ ടെൻഡൻസും മുറിച്ച് കളഞ്ഞു. അപ്പോൾ ഒരു ജനസിസ് മാസ്റ്റർ ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഞാനോ
ഓഗ്മെൻറ്റഡ് റിയാലിറ്റി മോഡിൽ ക്രിയേറ്റ് ചെയ്ത അവതാറിലേക്കാട്ടിലും അറ്റ്ലീസ്റ്റ് ഡബിൾ സ്ട്രോങ് എങ്കിലുമാണ് അദ്ദേഹം. എനിക്കെൻ്റെ ശരീരം മൂവ് ചെയ്യാൻ പോലും സാധിക്കണില്ല. നാശം, ഞാനിനി എൻ്റെ അവസാനത്തെ വഴി യൂസ് ചെയ്യേണ്ടി വരും. സർ സിയോമാങ് ആണെങ്കിൽ അവൻ്റെ തലക്ക് പിടിച്ച് നിർത്തി. നീ എന്താടാ നിൻ്റെ ഇന്ത്യൻ പവേഴ്സൊക്കെ റിവേഴ്സായിട്ട് ഫ്ലോ ചെയ്യിപ്പിച്ച് സ്വന്തമായിട്ട് നശിക്കാൻ പോവുകയാണോ? നിനക്കതിന് മരിക്കാനുള്ള പെർമിഷൻ ഞാൻ ഇതുവരെ തന്നിട്ടില്ലല്ലോ. അവൻ്റെ നെറ്റിമക്കടിച്ച് അങ്ങനെ ബോധം കെടുത്തി. ഇവനെപ്പോലുള്ളവരോടൊക്കെ പോരാടി ഈ വിലപ്പെട്ട സമയം നീ പാഴാക്കുകയാണോ? നീ എന്താടാ പറഞ്ഞ്? നീ ആകെ വീഴ്ത്തിയത് ഒരുത്തനെ മാത്ര. എന്നിട്ടെന്താ നീ വിചാരിച്ചോ നീയാണ് ഇവിടുത്തെ ഹീറോന്ന്? നിന്നെപ്പോലുള്ള കൊടിയൻ്റെ അടുത്തൊന്നും എനിക്കത് കേൾക്കാൻ തീരെ താല്പര്യമല്ല. അദ്ദേഹം ഒറ്റ ഫ്ലാഷിൽ 7 ആൾക്കാരെ വീഴ്ത്തിയോ? അതിന് എപ്പോഴാ അദ്ദേഹം അത് ചെയ്തത്? അപ്പോൾ ഇതാണല്ലേ ഒരു ജനസിസ് മാസ്റ്ററിൻ്റെ പവർ? എന്തെങ്കിലും ആവട്ടെ. അവന് എന്നെ ഈ താഴ്ത്തിക്കെട്ടിയും കൊണ്ടുള്ള ടോണ് കേട്ട് ഞാൻ മടുത്തു. അവന് ഫ്രണ്ട്സൊന്നും ഇല്ലാത്തതിന് അപ്പോൾ ഇവിടെ അതിശയിക്കേണ്ട കാര്യമേ ഇല്ല. പിന്നെ നോക്കുമ്പോൾ വേറെ കുറച്ച് വാരിയേഴ്സ് അവിടേക്ക് ഇറങ്ങി വരുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഇവരൊക്കെ ഇപ്പോൾ എവിടുന്നാ വന്ന്? അവരൊക്കെ കുറേ നേരമായിട്ട് ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നോ? ഇവരൊക്കെ ഇവിടെ ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അല്ല, ഇവരൊക്കെ ആരാണ്? യു ഫൂൾ, നിനക്ക് ശരിക്കും അറിയില്ലേ ഇവരൊക്കെ ആരാന്ന്? ഇവരൊക്കെ നമ്മുടെ പാട്രിയാർക്കിൻ്റെ റോയൽ ബോഡി ഗാർഡ് ഡിവിഷനാണ്. ഇവരെല്ലാവരും അസെൻഡൻറ്റ് മാസ്റ്റേഴ്സാണ്. ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് യൂസ് ചെയ്ത എല്ലാ പ്രിസണേഴ്സിനെയും ഇവിടുന്ന് കൊണ്ടുപോകും. യെസ് സാർ. ഗ്രീറ്റിംഗ്സ് സർ സിയോമാങ്. എടാ ശിഷ്യ, നിന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോ. ഞാൻ ലാസ്റ്റ് കണ്ടതിനേക്കാളും ഇപ്പോൾ നീ കുറേ ഇമ്പ്രൂവായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നീ അറ്റ്ലീസ്റ്റ് ഞാൻ ആ പഠിപ്പിച്ച ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കെങ്കിലും യൂസ് ചെയ്യണമായിരുന്നു. അതൊക്കെ പോട്ടെ, നീ എവിടുന്ന ഈ സ്വാഡ് ടെക്നിക്ക്? ആ സ്വാഡ് ടെക്നിക്കിനെ കുറിച്ച് ഒന്നും ഇവിടെ സംസാരിക്കണ്ട. ഇതിനെക്കുറിച്ച് ആളുകൾ അറിയാൻ നമ്മൾ സമ്മതിക്കരുത്. അതുമാത്രമല്ല, തേർഡ് എക്സാമിനേഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവിടുന്ന് പുറത്ത് പോകാൻ നോക്കടാ. ഇവിടെ കുറേ ആളുകൾ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗുഡ് ബൈ പറഞ്ഞ് പിരിയാനുള്ള സമയമായി. നീ പാസ്സാവുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗുഡ് ലക്ക്. താങ്ക് യു സർ സിയോമാങ്. ഇനി 4 വർഷം കഴിയുന്നത് വരെ നിങ്ങളെ കാണാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ഞാൻ എന്തായാലും മൈനർ പ്രീസ്റ്റ്ഹുഡിൽ വിജയിച്ചിട്ടുണ്ടാവും സർ സിയോമാങ്. സർ സിയോമാങ് അവിടുന്ന് ചാടി പുറത്തേക്ക് പോയി. പാട്രിയാർക്ക് എന്താ ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ട്രാപ്പിന് വേണ്ടി യോവനെ അദ്ദേഹം യൂസ് ചെയ്തത് കാണുമ്പോൾ അദ്ദേഹം ഇവനൊരു മകനായിട്ട് കാണുന്നേ ഇല്ല. മറിച്ച് വലിയൊരു സ്കീമിൻ്റെ ജസ്റ്റ് ഒരു കരുവായിട്ട് മാത്രമാണ് കാണുന്നത്. ഞാനവിടെ ഹൈഡ് ചെയ്ത് നിൽക്കുകയായതുകൊണ്ട് എനിക്ക് ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ ടെക്നിക്ക് പാട്രിയാർക്കിൻ്റെ ഡിമോണിക് ലോഡ് സോഡ് ആർട്ടിന് സിമിലറായിട്ട് തന്നെ തോന്നി. ആ റെഡ് ഹെയർ ജെർക്കിനും ഇതിനെക്കുറിച്ചൊക്കെ അറിയാമെന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊക്കെ പാട്രിയാർക്ക് സെറ്റ് ചെയ്തതാണോ? എന്തായാലും ഒക്കെ ഞാൻ വേണ്ട സമയത്ത് കണ്ടെത്തിക്കോളാം. യോവണിന് നേരെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഹിഡൻ ഇൻറ്റൻഷൻസ് ഉണ്ടെങ്കിൽ എനിക്കുറപ്പാണ് അത് ഈ ഡിമോണിക് കൾട്ടിൽ ഒരു ന്യൂ റെവല്യൂഷൻ തന്നെ കൊണ്ടുവരും. ഇപ്പം എന്തായാലും എനിക്ക് വേറെ കുറച്ച് ബിസിനസ് ഉണ്ട് ടേക്ക് കെയർ ചെയ്യാൻ. എല്ലാവരും വരൂ, നമുക്ക് സ്വാഡ് സെക്റ്റിൻ്റെ മാനറിലോട്ട് പോകാം. യെസ് സാർ. മാച്ചിൽ, നീ ഓക്കെ അല്ലേ? എന്നെ പ്രൊഫസർ ഹോ ക്യാച്ച് ചെയ്തുകൊണ്ട് എനിക്ക് മേജർ ഇഞ്ചുറീസൊന്നും എന്തായാലും പറ്റിയില്ല. ഒരു പബ്ലിക് പ്ലേസിൽ തന്നെ അവരെൻ്റെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ അവർ ബോൾഡാണ്. പാട്രിയാർക്കിൻ്റെ റൈറ്റ് ഹാൻഡ് മാനായ ലെഫ്റ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡിൻ്റെ മുന്നിൽ വെച്ച് അവർ ഇൻറ്റൻഷ്യലി ഒരു സീൻ ഉണ്ടാക്കിയതാ. സർ സിയോമാങ് ഇവിടെ അടുത്ത് തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്നതിൻ്റെ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്തിരുന്നു ഇവിടെ എന്തോ സംഭവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വലിയ സ്കീമിൻ്റെ ജസ്റ്റ് ഒരു കരു മാത്രമാണോ ഞാൻ? വേറൊന്നുമല്ലേ? ഈ ഭൂമിയിലുള്ള ലാസ്റ്റ് മൊമെൻറ്റിൽ പോലും അമ്മ ഒരിക്കൽ പോലും അവരോടുള്ള നിൻ്റെ സ്നേഹത്തെ സംശയിച്ചിട്ടേ ഇല്ല. ഇതൊക്കെയാണെങ്കിലും മൈക്രോടോക്സിൻ്റെ പോയ്സൺ കാരണം അവർ മരിക്കുന്നത് നീ ജസ്റ്റ് നോക്കിയിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഒരുപക്ഷെ നീ എൻ്റെ അമ്മയെ ആദ്യം മുതലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ആ 6 സെക്റ്റിനെ അടിച്ചമർത്താൻ വേണ്ടി നിൻ്റെ ഈ സ്കീമിൽ എന്നെ എൻ്റെ അമ്മയെ ഒരു കരുവായിട്ട് മാത്രമാണ് നീ യൂസ് ചെയ്തതെങ്കിൽ ഞാൻ പ്രോമിസ് ചെയ്യണു നീ എന്തായാലും അതിനെ റിഗ്രറ്റ് ചെയ്യാൻ പോവുക. 5th എൽഡറും ഹെഡ് ഓഫ് ദ മ്യൂസിഷ്യൻ സെക്റ്റുമായ സോയു ഹാങ്
ഒരു വർഷത്തിന് ഹൗസ് അറസ്റ്റിലാണ്. പേഴ്സണലായിട്ടുള്ള ദേഷ്യം കൊണ്ട് ഫസ്റ്റ് എക്സാമിനേഷനിൽ കുറേ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കിയതുകൊണ്ട്. പോയിസൺ സെക്റ്റിൻ്റെ ഹെഡായ ഓബേക്കാണെങ്കിൽ 2 വർഷം അറസ്റ്റിലാണ്. പെർമിഷനില്ലാതെ അക്കാഡമിയിൽ കയറിയനും യോഗുണ്ണെ പോയിസൺ ആക്കിയനും. അപ്പോൾ പിന്നെ അത് ഗ്രേറ്റ് വാരിയർ സ്വാഡ് സെക്റ്റ് ആവും. അവർ സ്വാഡ് സെക്റ്റിൻ്റെ സീക്രട്ട് ബ്രാഞ്ചായ 2 ഷാഡോസിൽ ഒന്നാണ്. അത് മാത്രമല്ല, ഈ ഡിമോണിക്കൾട്ടത്തെ പ്രിസണേഴ്സിനെ മാനേജ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആ സെക്റ്റുകാർക്കാണ്. അവർക്ക് നിരോധിക്കപ്പെട്ട ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ടുമായിട്ട് ലിങ്ക് ഉള്ളതായിട്ട് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ അവരെന്തായാലും ആ സ്റ്റാൻഡിൽ നിന്ന് നീക്കം ചെയ്യും. ഇത് അവരുടെ സെക്റ്റത്തെ ചൈൽഡിനെ തന്നെ യൂസ് ചെയ്തതിൻ്റെ റിസൾട്ടാണ്. അവരെന്തായാലും ഈസി ആയിട്ട് പിടിക്കാൻ പറ്റി. എനിക്ക് മനസ്സിലായി, അവർ യോഗോൻ്റെ പവർ കൂടുന്നതിലും അവൻ മൈനർ പ്രീസ്റ്റ്ഹുഡിൽ ജയിക്കുമെന്നുള്ള പേടിയിലാണ്. പക്ഷേ ഇതെന്തായാലും അവർക്കുള്ള പണി തന്നെയാവും. ഇത് ലേഡി ഹുവക്ക് പോയിസണായ ഇൻസിഡൻറ്റ് അതേപോലെ തന്നെ ഉണ്ട്. യോവോൺ ചിയോൻ്റെ ഗ്രൂപ്പ് സ്വാഡ് ഡീമൻ്റെ ഡെസിമേറ്റിംഗ് ഫോർമേഷൻ പെർഫെക്റ്റായിട്ട് തന്നെ കാണിച്ചു. കൺഗ്രാജുലേഷൻസ്, നിങ്ങളെല്ലാവരും പാസ്സായി. നമുക്കിപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പക്ഷേ എക്സാം എന്തായാലും കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ മുതൽ ബാക്കിയുള്ള സ്റ്റുഡൻസൊക്കെ പ്രിസണേഴ്സിൻ്റെ ഒപ്പമല്ല, പ്രൊഫസർമാരുടെ ഒപ്പമാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. കണ്ടിട്ട് ഇന്നത്തെ ലാസ്റ്റത്തെ അൺലക്കി ഗ്രൂപ്പ് നമ്മളാണെന്ന് തോന്നുന്നത്. ഇനി ബാക്കിയുള്ള 7 ഗ്രൂപ്പിൽ 4 ഗ്രൂപ്പും നമ്മുടെ ലോഡിൻ്റെ ഫോളോവേഴ്സാണെന്നുള്ളത് എന്തായാലും നല്ല കാര്യമാണ്. പക്ഷേ ഹിയോബോങ്ങിൻ്റെ ഗസ്സിനൊക്കെ നേരെ എതിരായിട്ടാണ് നടന്നത്. ബാക്കിയുള്ള 7 ഗ്രൂപ്പിനും ഭയങ്കര ഹാർഷായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ആയിരുന്നു. എല്ലാ പ്രൊഫസർമാർക്കും സ്വവൻ ഡീമൻ സ്വാഡ് ടെക്നിക്കും സ്വാഡ് ഡീമൻസ് ഡെസിമേറ്റിംഗ് ഫോർമേഷനും നല്ല പോലെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരത് ഈസിയാക്കി കൊടുത്തില്ല. ടോട്ടൽ 206 സ്റ്റുഡൻസിൽ ആകെ 120 സ്റ്റുഡൻസാണ് തേർഡ് എക്സാമിനേഷൻ പാസ്സായത്. യോഗോണ് അവൻ്റെ ഫോളോവേഴ്സിനെ സെലക്ട് ചെയ്ത് ലോയാലിറ്റി മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ 72 ഫോളോവേഴ്സിൽ 38 പേരും മാർഷൽ ആർട്സ് സ്കില്ല് കുറഞ്ഞു പോയതുകൊണ്ട് തോറ്റുപോയി. തേർഡ് എക്സാമിനേഷൻ പാസ്സായ എല്ലാ സ്റ്റുഡൻസിനും കൺഗ്രാജുലേഷൻസ്. ഇപ്പോൾ നിങ്ങൾ ഒഫീഷ്യലി ഈ ഡിമോണിക് കൾട്ടിൽ ഹൈ വാരിയേഴ്സായിട്ടുണ്ട്. നിങ്ങൾ ഈ അക്കാഡമിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്ത നിങ്ങളുടെ പേഴ്സണൽ വെപ്പൺ ഇനി മുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓ, ഇതാണല്ലേ ഹൈ വാരിയറിൻ്റെ ഒഫീഷ്യൽ മെഡല്. നിന്നെ കണ്ടിട്ട് കുറേ കാലമായി മൈ ലിറ്റിൽ ബേബി. മമ്മി മിസ്ഡ് യു സോ മച്ച്. അങ്ങനെയല്ല, ഞാൻ എന്തായാലും ഒരു ബേബിനെ കോൾ ചെയ്യുക. വെപ്പൺസ് ഒന്നും ഇല്ലാത്ത സ്റ്റുഡൻസിന് ഇവിടെ വന്ന് സ്വീകരിക്കുക. ഒരു സ്പെഷ്യൽ വെപ്പൺ. സർ സിയോപ് മാങ് പറഞ്ഞത് ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കിൻ്റെ ട്രൂ പവേഴ്സ് കൊണ്ടുവരണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെക്റ്റിൻ്റെ സ്പെഷ്യൽ വെപ്പണായ മാഡ് ബ്ലേഡ് യൂസ് ചെയ്യണമെന്നാ. അതുപോലെ ഡിമോണിക് ലോഡിൻ്റെ സ്വാഡ് ആർട്ടിന് പെർഫെക്റ്റായ ഏതെങ്കിലും വെപ്പൺ ഉണ്ടോ? നിങ്ങൾ ആദ്യം ഇവിടെ വന്നപ്പോൾ നിങ്ങളൊക്കെ ഇൻഎക്സ്പീരിയൻസ്ഡ് ലിറ്റിൽ ബ്രാറ്റ്സ്ന്നായിരുന്നു ഞാൻ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളെല്ലാവരും പ്രൂവ് ചെയ്തു നിങ്ങളെല്ലാവരും ട്രെയിനിങ്ങിന് വർത്താണെന്ന്. എങ്കിൽ ഞാൻ അടുത്ത എക്സാമിനേഷനെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് നടത്താം. 4th എക്സാമിനേഷന് ഒരു ടൈം ലിമിറ്റും ഇല്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ എക്സാമിനേഷൻ നടത്താം. ഈ അക്കാഡമിയിലുള്ള 4 വർഷത്തിൻ്റെ ഉള്ളിൽ. 4 വർഷത്തിൻ്റെ ഉള്ളിലോ? അപ്പോൾ അതിനർത്ഥം ഈ 4th എക്സാമിനേഷൻ പാസ്സാവാൻ 4 വർഷം എടുക്കുന്നതാണോ? അതെന്തായാലും ഭയങ്കര ഡിഫിക്കൽട്ടാവും. ഈ അക്കാഡമിയിലത്തെ മോസ്റ്റ് സിമ്പിൾ ടെസ്റ്റാണ് 4th എക്സാമിനേഷൻ. നിങ്ങൾക്ക് ഏത് വെപ്പൺ വേണമെങ്കിലും യൂസ് ചെയ്യുക, ഏത് മാർഷൽ ആർട്സ് ടെക്നിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യുക. ഇവിടെ ഒരു റൂൾസും ഇല്ല, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ പ്രൊഫസർമാരെ നിങ്ങൾ തോൽപ്പിച്ചാൽ മാത്രം മതി, നിങ്ങൾ പാസ്സാവും. 7 ഡീമൻ സ്വാഡ് ടെക്നിക്ക് മാത്രമേ പ്രൊഫസർമാരിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് പോലും പല ഗ്രൂപ്പ് ലീഡേഴ്സിനും അവരെ തോൽപ്പിക്കാൻ പോലും സാധിച്ചില്ല. ഞങ്ങളുടെ ഗ്രൂപ്പ് ലീഡറിനാണെങ്കിൽ ഒരു പ്രൊഫസറിൻ്റെ ഫോം ജസ്റ്റ് ഒന്ന് ഡിസ്റപ്റ്റ് ചെയ്തതിനാണ് യെല്ലോ ബാഡ്ജ് കിട്ടിയത്. പക്ഷേ ഇനി അത് നടക്കും തോന്നുന്നില്ല. സംസാരിച്ചൊക്കെ മതിയടാ. നമുക്ക് 4 വർഷം തന്നത് അതിന് വേണ്ടിയിട്ടാണ്. പ്രൊഫസർമാർ സ്വന്തമായിട്ട് തോൽപ്പിക്കണം എന്നല്ലേ? അപ്പോൾ അവരിവിടെ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, അറ്റ്ലീസ്റ്റ് നമ്മൾ അസെൻഡൻറ്റ് മാസ്റ്റർ ലെവലിലെങ്കിലും എത്തണമെന്ന്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം എനർജിനെ അവേക്കൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അസെൻഡൻറ്റ് മാസ്റ്റർ ആവാനേ സാധിക്കില്ല. ഈ 4th എക്സാമിനേഷനിൽ ആവശ്യമില്ലാത്ത കുറേ ആൾക്കാർ എന്തായാലും പോവും. ഞാൻ നിങ്ങൾ ഈ അക്കാഡമിയിൽ ആദ്യമായിട്ട് എൻ്റർ ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇവിടെ പരീക്ഷയിൽ തോറ്റുപോയ പുറത്താക്കുന്നുള്ള കാര്യം. അത് ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? അപ്പോൾ ഇതൊക്കെയാണ് 4th എക്സാമിനേഷനുള്ള അനൗൺസ്മെൻറ്റ്. എല്ലാവർക്കും ഗുഡ് ലക്ക്. എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിങ്ങളൊന്നും നല്ല രീതിക്ക് നോക്കാൻ പോലും സാധിച്ചില്ല. ഏയ് ഇല്ല മൈ ലോഡ്.
നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്നും ആ എക്സാമിനേഷനിൽ പങ്കെടുക്കാൻ പോലും കഴിയില്ലായിരുന്നു. മൈനർ പ്രിഷൂട്ടിൽ നിങ്ങൾ വിജയിച്ച് വരാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുക. ഈ അക്കാഡമിയിൽ നിന്ന് പുറത്തു പോയാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഛേ, എന്തായേ, നമ്മളെല്ലാവരും ജസ്റ്റ് ഒന്ന് ക്ലോസായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റുഡൻറ്റ് 7, പ്രൊഫസർ സാൻ, നമ്മുടെ ലോഡ് റിബ് ബ്രോക്കൺ ചെയ്ത പ്രൊഫസറല്ലേ അത്? എനിക്കുറപ്പാ. അദ്ദേഹം അതിനുശേഷം 22 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. മിണ്ടാതിരിക്കടാ. എൻ്റെ ഒപ്പം മെയിൻ അന്നെക്സിക്ക് വാ. എന്തെങ്കിലും കാര്യമുണ്ടോ പ്രൊഫസർ? നിന്നെപ്പോലൊരു ലിറ്റിൽ സ്റ്റുഡൻറ്റിന് പ്രൊഫസറായി എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ മാത്രം അധികാരമുണ്ടെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ശരി പ്രൊഫസർ, ഞാൻ വരാം. നിങ്ങളെല്ലാവരും ഡോർമെറ്ററിക്ക് പോയിക്കോളൂ. യെസ് മൈ ലോഡ്. ഓ, ചിലപ്പോൾ നേരത്തെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അക്കാഡമി ഡെപ്യൂട്ടി എന്നെ വിളിച്ചതാവും. ഈ ഏരിയ ഇതുവരെ ഞങ്ങൾക്ക് ഓപ്പൺ ആക്കി തന്നിട്ടില്ലല്ലോ. ആ, ഈ സ്ഥലം കൊള്ളാം. പ്രൊഫസർ അവിടെ നിന്നു. ഓ, അപ്പോൾ അക്കാഡമി ഡെപ്യൂട്ടിക്കല്ല എന്നെ കാണേണ്ടത്. അതിന് ഞാനെപ്പോഴാണ് നിന്നോട് പറഞ്ഞ് അദ്ദേഹത്തിന് എന്നെ കാണണമെന്ന്? എന്നിട്ട് ആ പ്രൊഫസർ സ്വാഡ് എടുത്ത് വീശാൻ തുടങ്ങി. യു ആരോഗ്യൻ ലിറ്റിൽ ബ്രാറ്റ്, നീ ശ്രദ്ധിച്ചോ? നിന്നെ 4th എക്സാമിനേഷൻ ഞാൻ ചലഞ്ച് ചെയ്യുക ഇപ്പോൾ ഇവിടെ വെച്ച്. അപ്പോൾ ആ പ്രൊഫസർക്ക് യോവോണ്ട ഇന്ന് മുന്നേ കിട്ടിയതൊന്നും പോരാന്നാ തോന്നുന്നത്. അതുകൊണ്ടാണ് പിന്നെയും വാങ്ങാൻ വേണ്ടി വന്നേക്കണത്. നീ ആ 3rd എക്സാമിനേഷൻ പാസ്സായ അടുത്ത സെക്കൻഡ് തൊട്ട് ഞാൻ കാത്തിരിക്കായിരുന്നടാ നിന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ അങ്ങനെ അപമാനിക്കാൻ നിനക്ക് എത്ര ധൈര്യം ഉണ്ടടാ? നീ കാരണം എൻ്റെ എല്ലാ ഡിഗ്നിറ്റിയും പോയി. പിന്നെ ഞാൻ 20 ദിവസം ബെഡിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഏർലി അസെൻഡൻറ്റ് മാസ്റ്റർ ലെവലിലെത്തി വെറും ബ്രാറ്റ് മാത്രമടാ നീ. അന്ന് എന്നെ എൻ്റെ സ്പെഷ്യൽ ടെക്നിക്ക് യൂസ് ചെയ്യാൻ അലോ ചെയ്തിരുന്നെങ്കിൽ വെറും കുറച്ച് മോസ് കൊണ്ട് നിൻ്റെ ജീവിതം തന്നെ ഞാൻ തീർത്തേനെ. പക്ഷേ ഇന്ന് നീ മ്യൂട്ടാവണ വരെ ഞാൻ അടിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് നീയാണ് എന്നെ ചലഞ്ച് ചെയ്തതെന്ന് ഞാൻ എല്ലാവരോടും പറയും. ആ പ്രൊഫസറാണെങ്കിൽ യോവോൻ്റെ അടുത്തേക്ക് ഓടി വരാൻ തുടങ്ങി. പക്ഷേ യോവോണാണെങ്കിൽ അവിടെ കൂളായിട്ട് നിൽക്കുന്നു. എന്നിട്ട് അവൻ്റെ സോഡ് ജസ്റ്റ് ഒന്നെടുത്ത് ഡിഫെൻഡ് ചെയ്തു. ഇത് കണ്ടിട്ട് ആ പ്രൊഫസറൊന്നും ആകെ ഞെട്ടി. പെർഫെക്റ്റ്. അപ്പോൾ നീ തന്നെ പറഞ്ഞു ആ കാര്യം. എന്ത്? ഇത് 4th എക്സാമിനേഷൻ ഞാൻ ഒഫീഷ്യലായിട്ട് ചെയ്യുന്ന പോലെയാണെന്ന് അല്ലേ? പക്ഷേ എങ്ങനെ? അവൻ്റെ നേരെ ഈ സേബർ ഞാൻ പുഷ് ചെയ്യുമ്പോൾ എൻ്റെ 10 സ്റ്റാർ ഫോഴ്സ് ഞാൻ യൂസ് ചെയ്തിരുന്നു. പക്ഷേ അവനൊന്ന് ജസ്റ്റ് ഫ്ലിഞ്ച് ചെയ്യുക പോലും ചെയ്തില്ല. ഇവിടെ ഇപ്പോൾ ഞാനാണ് അൺസ്റ്റേബിളി ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യോവോണ് അവൻ്റെ സോഡ് കൊണ്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ആ പ്രൊഫസർ അങ്ങോട്ട് ദൂരൊക്കെ തെറിച്ചു പോയി. അവൻ വെറും ഏർലി അസെൻഡൻറ്റ് മാസ്റ്റർ ലെവലിലെത്തിയ ഒരുത്തനാ. പക്ഷേ എങ്ങനെ അവന് ഈ 20 ദിവസം കൊണ്ട് ഇത്രത്തോളം ഇൻറ്റേർണൽ പവേഴ്സ് ഗെയിൻ ചെയ്യാൻ പറ്റിയത്? കണ്ടിട്ട് നീ നിൻ്റെ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്തെന്ന് തോന്നുന്നുണ്ടല്ലോ. പക്ഷേ ഞാൻ എന്തായാലും ഈസി ആയിട്ട് നിനക്ക് വിട്ടുതരില്ല. ഓ, അങ്ങനെയാണോ? ആ പ്രൊഫസർക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് നിൽക്കുക. യു അറഗൻ ലിറ്റിൽ ബ്രാറ്റ്. ആ പ്രൊഫസറാണെങ്കിൽ യൗവിൻ്റെ അടുത്തേക്ക് പിന്നെയും ഓടി വരാൻ തുടങ്ങി. എന്നിട്ട് മാർവലസ് അജൈൽ സേബർ ടെക്നിക്ക് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷേ യൗവൺ അപ്പോഴവിടെ കൂളായിട്ട് നിൽക്കുക. ഓ, അപ്പം ഫാസ്റ്റാണ്. നോക്കുമ്പോൾ യൗവണാണെങ്കിൽ നേരെ ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കാണ്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാനതിൽ സേബർ എനർജി ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവനെങ്ങനെ എൻ്റെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്തത്? അല്ല, ഒരു മിനിറ്റ്, അവനും സേബർ എനർജി ഉണ്ടോ? ഓ, അപ്പോൾ അതിനർത്ഥം അവനും എന്നെപ്പോലെ അസെൻഡൻറ്റ് മാസ്റ്റർ സ്റ്റേജ് മാസ്റ്റർ ചെയ്തു എന്നാണോ? അപ്പോൾ പഴയ അറ്റാക്കൊന്നും അവൻ്റെ മേലിൽ വർക്കാവുമെന്നും തോന്നുന്നില്ല. യോവോണ് വിട്ടുകൊടുത്തില്ല. യോവോണ് പിന്നെയും ഓടി വന്ന് ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കത്തെ 6th കോഡിഫൈഡ് ഫൈറ്റിംഗ് ഫോം യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ആ പ്രൊഫസറിൻ്റെ സോഡ് തന്നെ തെറിച്ചു പോയി. ശരി, ഞാൻ തോറ്റുപോയി, അയാൾ നിലവിളിച്ചു. മതി, നിർത്ത്. യോവോണാണെങ്കിൽ ആ പ്രൊഫസറിൻ്റെ തലക്ക് നേരെ സോഡും പിടിച്ച് നിൽക്കുക. അപ്പോൾ ഞാൻ 4th എക്സാമിനേഷൻ പാസ്സായോ? യെസ്, നീ ഓൾറെഡി ജയിച്ചു. ഇനി നമുക്കിത് നിർത്താം. നീ എന്താടാ വിചാരിച്ചേ? ഞാൻ നിന്നെ ഇങ്ങനെ ഈസി ആയിട്ട് പാസ്സാകാൻ വിടുന്നു നീ വിചാരിച്ചോ? നിനക്ക് വേറൊരു കാര്യം വരുന്നുണ്ടടാ. ശരി പ്രൊഫസർ. നീ ആ ഗാർഡ് ഡൗൺ ചെയ്ത് സേബർ മാറ്റിയ അടുത്ത മൊമെൻറ്റിൽ ഞാൻ സീക്രറ്റായിട്ട് എടുത്തു വെച്ച എൻ്റെ 10 സ്റ്റാർ എനർജി യൂസ് ചെയ്യാൻ പോവുക.
അത് വെച്ച് നിൻ്റെ തല തന്നെ ഞാൻ പീസാക്കൂടാ. നോക്കുമ്പോൾ ആ പ്രൊഫസർ ബാക്കിൽ നിന്ന് ചാടി യോവണിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നു. നിന്നെ കിട്ടിയടാ. യോവണാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കാതെ അയാളുടെ വാറ്റക്ക് ഒരൊറ്റ ഇടി. അയാളാണെങ്കിൽ എയറിൽ നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് നേരെ പോയി അപ്പുറത്തേക്ക് കണ്ട് വീണു. എങ്ങനെടാ? എനിമിയുടെ കയ്യിൽ ഗ്യാദർ ചെയ്തിരുന്ന എനർജി ഡിസപ്പിയർ ആവുന്നുണ്ട്. ഡേഞ്ചറസ് ലെവൽ ഇപ്പോൾ കുറഞ്ഞു. നീ നുണ പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിൻ്റെ ഫിസ്റ്റിൽ ഗ്യാദർ ചെയ്തിരുന്ന എനർജി ഒന്ന് നീ ഹൈഡ് ചെയ്യണമായിരുന്നു. കോപ്പ്, എൻ്റെ പവേഴ്സ് മാത്രം പോരാ ഇവനെ ഡീൽ ചെയ്യാൻ. ഐ ആം സോറി. ഞാൻ പ്രോമിസ് ചെയ്യണു, ഇത്തവണ ഞാൻ നുണ പറയുകയല്ല. ഞാൻ എൻ്റെ ഡിഫീറ്റ് അക്സെപ്റ്റ് ചെയ്യണു. ഞാൻ തന്നെ പോയി അക്കാഡമി ഡെപ്യൂട്ടിനോട് പറയാം നീ പാസ്സായത്. യോവണ് പെട്ടെന്ന് പ്രൊഫസറിനെ നെഞ്ചത്തണ്ട് കാല് വെച്ചു. എന്നിട്ട് അത് ചവിട്ടണ്ട് ഒടിച്ചു. അയാളാണെങ്കിൽ വേദന കൊണ്ട് അലറാൻ തുടങ്ങി. മിണ്ടാതിരിക്കടാ. പിന്നെ നമ്മളെ കാണിക്കുന്നത് 1 മണിക്കൂറിന് ശേഷമാണ്. നോക്കുമ്പോൾ പ്രൊഫസർമാരും സർലിയും എല്ലാവരും പാടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. സംഭവം എന്താ? ആ പ്രൊഫസറിൻ്റെ ബോഡി ഇങ്ങനെ താഴെ വെക്കുന്നുണ്ട്. അവനുള്ള കുഴി അവൻ തന്നെ തോണ്ടിയതുപോലെയായി. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ റിവെഞ്ച് തീർക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഇതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. എന്തായാലും മൊന്നിയോ പറയാൻ പോണ സ്റ്റോറി ഞാൻ കേൾക്കണമെന്ന് എനിക്ക് തോന്നണില്ല. ഈ 4th എക്സാമിനേഷൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ തന്നെ പ്രൊഫസർമാരെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. എന്തായാലും അവൻ്റെ പവേഴ്സൊക്കെ ഹോൾഡ് ബാക്ക് ചെയ്ത് നല്ല കാര്യം ഇപ്പോൾ ചെയ്ത്. എനിക്ക് മനസ്സിലായി മൊന്നിയോ അവനെ ഈവിൽ ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്തത്. പക്ഷേ യോഗുണങ്ങളും അവൻ്റെ ഫുൾ പവർ വെച്ച് തിരിച്ചടിച്ചിരുന്നെങ്കിൽ ഈ പ്രൊഫസേഴ്സ് എല്ലാവരും അവനൊരു ബാഡായിട്ടേ കാണുമായിരുന്നുള്ളൂ. പക്ഷേ അവൻ ആകെ ചെയ്തത് റിബ് ബ്രേക്ക് ചെയ്യുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ്റെ ട്രൂ പവർ ഇവിടെ ആരും നോട്ടീസ് ചെയ്യാൻ പോകുന്നില്ല. സിറ്റുവേഷൻസ് അനുസരിച്ച് അവനിപ്പോൾ പഠിച്ചു. അവനെന്തായാലും ഇപ്പോൾ കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കേസ് എന്തായാലും അവൻ പാസ്സായി സാർ. ശരിയാണ്, ഞാനും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൊഫസേഴ്സ്, മൊന്നിയോനെ ഇൻഫർമറിയിലോട്ട് കൊണ്ടുവെക്കോ. ഇത് നിനക്കുള്ളതാ. നോക്കുമ്പോൾ 4th എക്സാമിനേഷൻ പാസ്സായ മെഡൽ കൊടുക്കുകയാണ്. അത് കൺഗ്രാറ്റുലേഷൻസ്. 4th എക്സാമിനേഷൻ ഏറ്റവും ക്വിക്കായിട്ട് പാസ്സാവുന്നൊരു റെക്കോർഡാണ് നീ ഇപ്പോൾ സെറ്റ് ചെയ്തത്. വെറും 2 മാസം കൊണ്ട് ഈ പ്രൊഫസർമാരുടെ അതേ റെപ്യൂട്ടേഷനിൽ നീ ബിൽഡ് ചെയ്തെടുത്തു. ക്യാപ്റ്റൻ യോവോൺ ചിയോൺ, 4th എക്സാമിനേഷൻ പാസ്സായതിന് കൺഗ്രാറ്റുലേഷൻസ് ക്യാപ്റ്റൻ ചിയോൺ. നിനക്കുള്ള പ്രൈസ്, ഡിമോണിക് ഡ്രാഗൺ മാർബിൾ. ഓ, താങ്ക് യു പ്രൊഫസർ. 4th എക്സാമിനേഷൻ പാസ്സായതുകൊണ്ട് തന്നെ നിനക്ക് 2 ബെനഫിറ്റ്സും കൂടി കിട്ടും. ആദ്യത്തേത് നിനക്ക് പേഴ്സണലായിട്ടൊരു ഡോർമെറ്ററി കിട്ടും. ഓ, ശരിക്കും കിട്ടുമോ പ്രൊഫസർ? നിനക്ക് സ്വന്തമായിട്ടൊരു റൂമിന് വേണ്ടി നീ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചെന്ന് തോന്നുന്നു. അടുത്തത്, അക്കാഡമിയുടെ നോർത്തിലുള്ള ഫോർജിക്ക് നീ 10 മണിക്ക് പോകണം. ഫോർജോ? 4th എക്സാമിനേഷൻ പാസ്സായതുകൊണ്ട് തന്നെ നിനക്കിഷ്ടമുള്ളൊരു വെപ്പൺ അക്കാദമിനെ തയ്യാറാക്കി തരും. ഇതാണ് നിനക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനം എന്ന് തോന്നുന്നു. പെർഫെക്റ്റ്. ഗ്യൂവിൻ്റെ ഒപ്പം റൂം ഷെയർ ചെയ്ത് ഞാൻ ആകെ അൺകംഫർട്ടബിളായിരുന്നു. അതുമാത്രമല്ല എനിക്ക് സ്വന്തമായിട്ടൊരു സ്പെഷ്യൽ വെപ്പണും വേണമായിരുന്നു. ഇതിപ്പോൾ ഒരു കല്ലിൽ 2 പക്ഷിനെ അടിച്ച പോലെ ആയല്ലോ. ശരി, അങ്ങനെയെങ്കിൽ 5th എക്സാമിനേഷനിലെ റൂൾസ് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. 5th എക്സാമിനേഷൻ സീൽഡ് ഡിമോണിക് ചാമ്പറിലാവും. ഈ എക്സാമിനേഷനിൽ പങ്കെടുക്കണമെങ്കിൽ ട്രാൻസ്ജെൻഡർ മാസ്റ്റർ സ്റ്റേജ് മാസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഇൻഫർമറിയത്തൊരു സീനാണ് കാണിച്ചു തരുന്നത്. സീരിയസ്ലി, ഇവനാണെങ്കിൽ ഈ ഇൻഫർമറിയിൽ നിന്ന് പോവാനായിട്ട് ആകെ ചൊറിഞ്ഞ് നിൽക്കുന്നു. പക്ഷേ ഇതിപ്പോൾ പോയതിനേക്കാളിന് സ്പീഡിലാണല്ലോ തിരിച്ചു വന്നത്. ട്രാൻസെൻഡൻറ്റ് മാസ്റ്റർ സ്റ്റേജ് മാസ്റ്റർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഡിമോണിക് ആർട്ടിൽ അറ്റ്ലീസ്റ്റ് ടോപ്പ് 100 മാർഷൽ ആർട്ടിസ്റ്റിൽ വരും ഞാൻ. എനിക്കതിലോട്ട് പോകണമെങ്കിൽ ഇനി 3 സ്റ്റെപ്പും കൂടി ഉണ്ട്. ഒരു അൾട്ടിമേറ്റ് അസെൻഡൻറ്റ് മാസ്റ്റർ ആവാൻ റിക്വയർ ചെയ്യണ ഈ സീൽഡ് ഡിമോണിക് ചാമ്പർ എന്ത് തരത്തിലുള്ള സ്ഥലമാണ്? ഈ എക്സാമിനേഷൻ റെഡിയാവാൻ എനിക്ക് കുറച്ച് ടൈം എടുക്കുന്നത് തോന്നുന്നു. ഈ അക്കാഡമിയിൽ ചേർന്ന എല്ലാ ബാച്ചും അതിൽ 10ലധികം സ്റ്റുഡൻസ് ഈ 5th എക്സാമിനേഷൻ പാസ്സായത് തന്നെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ നിനക്കൊരു അഡ്വൈസ് തരാം. ഒരിക്കലും നീ ഇതിനായിട്ട് തിരക്ക് കൂട്ടാൻ നിൽക്കരുത്. താങ്ക് യു സാർ. ഞാൻ പ്രോമിസ് ചെയ്യാം, ഞാൻ ഒരിക്കലും നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യൂല. ഇത് അവേക്കനിങ് ചെയ്യാൻ നീ എത്രത്തോളം ഇമ്പേഷ്യൻ്റ് ആണോ അത്രത്തോളം ഹാർഡറായിരിക്കും ഇത് അച്ചീവ് ചെയ്യാൻ. എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക്. പിന്നെ നമ്മളെ കാണിക്കുന്നത് മാനുവൽ ലൈബ്രറിയാണ്. ഇപ്പോൾ ഫൈനലി
എനിക്ക് 3rd ഫ്ലോറത്തെയും 4th ഫ്ലോറത്തെയും സഫയർ സ്റ്റോൺ കാണാൻ പറ്റും. നിൻ്റെ നെയിം ബാഡ്ജ് എവിടെ? യോവൂൺ ആ ബാഡ്ജ് വെച്ച് കൊടുത്തു. ഞാൻ ജസ്റ്റ് ഇപ്പോഴാണ് 4th എക്സാമിനേഷൻ പാസ്സായത്. അത് കണ്ടിട്ട് ആ ലൈബ്രറിയിലത്തെ പ്രൊഫസർ ആകെ അന്തം വിട്ടു. എന്ത് 3rd എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ആകെ 1 മണിക്കൂറായിട്ടുള്ളൂ? അല്ല, അവൻ കള്ളം പറയാവും. പക്ഷേ അവൻ്റെ മെഡൽ നോക്ക്, പ്രൊഫസർമാരുടെ കയ്യിലുള്ള അതേ സിൽവർ മെഡലാണ് അവൻ്റെ കയ്യിലുള്ളത്. നോ വേ. അപ്പോൾ അവന് 4th എക്സാമിനേഷനും പാസ്സായോ? ഇവൻ ആളെന്തായാലും ചില്ലറക്കാരനല്ല. കഴിഞ്ഞ ബാച്ചിൽ 4th എക്സാമിനേഷൻ പെട്ടെന്ന് പാസ്സായവന് ഈ അക്കാഡമിയിൽ കയറി 5 മാസത്തിന് ശേഷമാണ് പാസ്സായത്. പക്ഷേ ഇവനാണെങ്കിൽ അത് 2 മാസം കൊണ്ട് നേടിയെടുത്തോ? എന്നോട് ക്ഷമിക്കണം, ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നതാണ് ക്യാപ്റ്റൻ ചിയോൺ. ഏയ് അത് കുഴപ്പമില്ല സാർ. അപ്പോൾ ഞാൻ 3rd ഫ്ലോറിലോട്ട് പൊക്കോട്ടെ? ഓഫ് കോഴ്സ്. പിന്നെ നമ്മൾ കാണിക്കുന്നത് മാനുവൽ ലൈബ്രറിയിലത്തെ 3rd ഫ്ലോറാണ്. 4 മണിക്കൂറോ? ഇത് 2nd ഫ്ലോറിൽ കിട്ടിയ ടൈമിലേറെ ഡബിളാണല്ലോ. കണ്ടിട്ട് അവരൊക്കെ ആ മാനുവൽസിലുള്ളത് മെമ്മറൈസ് ചെയ്യണ തിരക്കിലാണെന്ന് തോന്നുന്നത്. തൽക്കാലത്തിന് ഞാൻ അവരെ അങ്ങനെ വിട്ടേക്കാം. ഇനി നമ്മളെ കാണിക്കുന്നത് യോവണ സഫയർ സ്റ്റോണിൻ്റെ അടുത്തേക്ക് എത്തുന്നതാ. ആ, ഇവിടെ ഉണ്ടല്ലേ. ഇത് 1st ഫ്ലോറത്തെയും 2nd ഫ്ലോറത്തിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഞാൻ എന്തായാലും ഇത് പിന്നീട് സമയമെടുത്ത് അനലൈസ് ചെയ്തോളാം. ഞാനോ ഈ സ്റ്റോണിലുള്ള ഷോർട്ട് മാർക്കൊക്കെ റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്യുക. ഓക്കെ. പിന്നെ നോക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് യോവൻ്റെ സ്ഥിരം പരിപാടി തന്നെ. അവനാണെങ്കിൽ ബുക്കൊക്കെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് സ്കാനിങ് കംപ്ലീറ്റ് ആക്കി ഇങ്ങോട്ട് നിൽക്കുക. ഇതാണെങ്കിൽ ബാക്കിയുള്ള സ്റ്റുഡൻസിനൊന്നും അവിടെ തീരെ പറ്റണില്ല. ഓ, വീണ്ടും ഇവനോ? ഞാൻ ഇവിടുന്ന് പുറത്ത് പോട്ടെ. 3rd ഫ്ലോറിലുള്ള 179 ഫസ്റ്റ് റൈറ്റ് മാർഷൽ ആർട്സ് മാനുവൽസ് സ്കാൻ ചെയ്തു. പിന്നെ നമ്മളെ കാണിക്കുന്നത് മാനുവൽ ലൈബ്രറിയുടെ 4th ഫ്ലോറാണ്. അവിടുത്തെ സഫയർ സ്റ്റോണാണ് കാണിക്കുന്നത്. ഇതെന്താ? ഈ സ്റ്റോണിൻ്റെ കോർണർ ഭയങ്കര ക്ലീനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇതെന്തായാലും സ്വാഡ് ഫൈറ്റിംഗ് ഫോം യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഫ്ലോറിലൊക്കെ ഉള്ള സ്റ്റോൺ എന്താ ഇത്രത്തോളം ഡാമേജായി കിടക്കുന്നത്? ഈ സ്വാഡ് മാർക്സൊക്കെ കൂടുതൽ ഡീപ്പും റഫുമാണ്. മുമ്പുള്ള സഫയർ സ്റ്റോണത്തെ സ്വാഡ് മാർക്കിനേക്കാളും ഡബിൾ സ്ട്രെങ്ത്തിലാണ് ഇതിലത്തെ സ്വാഡ് മാർക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. എന്ത്? അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. ഇപ്പം തന്നെ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി മോഡ് യൂസ് ചെയ്തിട്ട് എനിക്കത് ചെക്ക് ചെയ്യണം. പക്ഷേ അത് കുഴപ്പമില്ല, എനിക്കത് പേഴ്സണൽ ട്രെയിനിങ് റൂമിൽ പോയി ചെയ്യാനുള്ള ടൈമുണ്ട്. ഇപ്പോൾ തൽക്കാലത്തിന് അതൊന്ന് സ്കാൻ ചെയ്യാനാണോ? ഓക്കെ. ഈ ലൈബ്രറിയിൽ ഹയർ ഫ്ലോർക്ക് പോകുന്തോറും മാനുവൽസൊക്കെ കുറഞ്ഞുകൊണ്ട് നിൽക്കുക. പക്ഷേ ഈ മാനുവൽസൊക്കെ എക്സ്ട്രീംലി ഹൈ ലെവൽ മാർഷൽ ആർട്സിൻ്റെ ആണ്. ഓ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടുത്തെ മാനുവൽസൊക്കെ കുറച്ചുള്ളത്. ഇവിടുത്തെ പകുതി മാനുവൽസും നമ്മുടെ കളട്ടത്തെ എലൈറ്റ് സെക്ടർ ഡിറൈവ് ചെയ്ത അസെൻഡൻറ്റ് മാസ്റ്റർ ലെവലിലെ മാർഷൽ ആർട്സാണ്. ബാക്കി പകുതിയാണെങ്കിൽ റൈറ്റേഴ്സ് ഫാക്ഷനും ഈവിൽ ഫാക്ഷൻസിനും വരുന്ന അസെൻഡൻറ്റ് മാസ്റ്റർ ലെവലിലുള്ള മാർഷൽ ആർട്സും. ആ ഫാക്ഷൻസിൻ്റെ മാർഷൽ ആർട്ടിസ്റ്റുമാരൊപ്പം ഫൈറ്റ് ചെയ്യുമ്പോൾ എനിക്കിത് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരുമെന്ന് ഉറപ്പാണ്. എനിക്കിനി 6 മണിക്കൂറുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ കളട്ടത്തെ മാർഷൽ ആർട്സ് ടെക്നിക്കിൻ്റെ മാനുവൽസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. ടോട്ടലായിട്ട് 245 മാനുവൽസ് സ്കാൻ ചെയ്തു. അതിൽ 112 ഡിമോണിക് കൾട്ടിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതും 83 റൈറ്റേഴ്സ് ഫാക്ഷന് ഡിറൈവ് ചെയ്ത് വന്നതും 50 ഈവിൽ ഫാക്ഷന് ഡിറൈവ് ചെയ്ത് വന്നതും. ഓഹ്, ഇത് കുറേ സ്കാൻ ചെയ്യാനുണ്ടായിരുന്നല്ലോ. പക്ഷേ എനിക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും കിട്ടി. ഓ, ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച്. ഈ അസെൻഡൻറ്റ് മാസ്റ്റർ ലെവലിലുള്ള ടെക്നിക്കിനൊന്നും എനിക്ക് ഗേറ്റ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സ്മാളർ സെക്റ്റിലുള്ള എൻ്റെ ഫോളോവേഴ്സൊക്കെ ഇത് പഠിക്കണം. നിങ്ങൾ വളരെ വൈകിപ്പോയി ക്യാപ്റ്റൻ ചിയോൺ. ഇത് ഓൾറെഡി മിഡ് നൈറ്റായി. ഓഹ് ഷിറ്റ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ സമയം ശ്രദ്ധിച്ചില്ല. ഞാൻ വിചാരിക്കണത് എന്തായാലും ഇനി നാളെ പോവാ പേഴ്സണൽ ട്രെയിനിങ് റൂമൊക്കെ എന്നാ. എന്ത്? നിങ്ങൾ 4th ഫ്ലോറിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് മൈ ലോഡ്? 4th എക്സാമിനേഷൻ പാസ്സായതിന് കൺഗ്രാജുലേഷൻസ് മൈ ലോഡ്. ഇത് ഭയങ്കര അമേസിങ് ആണല്ലോ. ഒരു ദിവസമായിട്ടുള്ളൂ, അപ്പോഴത്തേനും അദ്ദേഹം 4th എക്സാമിനേഷനും പാസ്സായോ? യങ് ലോഡ് യോവൺ ചിയോണാവും എന്തായാലും ആ മൈനർ പ്രീസ്റ്റ്ഹുഡ് എടുക്കുക. ഞാൻ വിചാരിക്കണത് ഈ ഡോർമെട്രിയിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് ഇത് ലാസ്റ്റ് നൈറ്റ് ആവും. വെയിറ്റ്, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് മൈ ലോഡ്? നിങ്ങൾ 4th എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പേഴ്സണൽ റൂം കിട്ടും. നാളെ മുതൽ ഞാൻ അവിടെയാവും സ്റ്റേ ചെയ്യുക. പ്ലീസ് എന്നെ വിട്ട് പോകരുത് മൈ ലോഡ്. യോബോ, നീ ഒന്ന് കൂളാവ്. നമ്മുടെ ലോഡ് നമ്മൾ കംപ്ലീറ്റ്ലി വിട്ടു പോകുമല്ല. ഓ, 4th എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് റൂം കിട്ടുമല്ലേ?
അപ്പോൾ തൽക്കാലത്തിന് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. നിൽക്ക് പോവല്ലേ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാണ്ട്. നാളെ വീഡിയോ ഉണ്ടാവൂല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ഫൈനൽ മാച്ച് നടക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ അതൊന്ന് കാണണം, അതുകൊണ്ടാണ്. അപ്പോൾ അതിന് ശേഷമുള്ള അടുത്ത ദിവസം നമ്മൾ കിടിലം വീഡിയോ ഇട്ട് വരും. അപ്പോൾ അത് മറക്കാതെ തന്നെ നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു കിടിലം എപ്പിസോഡായി വരുന്നവർക്കും ബൈ.